എല്ലാവർക്കും നമസ്കാരം. റമദാൻ സ്പെഷ്യൽ ഉന്നക്കായാണ് ചെയ്യുന്നത്. ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടി അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് എടുക്കേണ്ടത്. ഏത്തപ്പഴത്തിൻ്റെ 2 ഭാഗവും ചെത്തിക്കളഞ്ഞതിന് ശേഷം ഒന്ന് പുഴുങ്ങിയെടുക്കുക. പഴം കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്കുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചിരവിയ തേങ്ങ ചേർക്കാം. ചെറുതായി ഒന്ന് പൊടിച്ചെടുത്ത ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കാഷ്യൂനട്ട് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സായി കളർ മാറി വരുമ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് തേങ്ങ വലുതായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. പഴം നന്നായി ചൂടാറിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുമ്പോൾ പഴുത്ത പഴമാണെങ്കിൽ കുഴച്ചെടുക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഉന്നക്കായ്ക്ക് എപ്പോഴും ഒരു മീഡിയം പഴുപ്പുള്ള പഴം മാത്രം ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കാം. ഉന്നക്കായ ആ ഒരു ഷേപ്പിലേക്ക് പിടിക്കുന്നതിന് മുമ്പ് എടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഒരു ബോൾ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിലേക്ക് തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. തേങ്ങയുടെ ഫില്ലിങ് എടുക്കുമ്പോഴും അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് ഒരു ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നോമ്പ് കാലത്താണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും തന്നെ നമുക്കിത് ഫ്രീസറിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനും കണക്കിനും നമുക്കിത് വെക്കാവുന്നതാണ്. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിപ്പ് ലോക്ക് ബാഗിലോ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള ഉന്നക്കായ എടുത്ത് വെക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാവും. ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിൽ എയർ കളഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് വെക്കുക. ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ഒഴിച്ച് ഈ ഒരു പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഉന്നക്കായ അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.